ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും സച്ചിയുടെ ഭാര്യയായ അർച്ചനയാണ് സമൃദ്ധി എന്ന പേരിൽ ഇപ്പോൾ ഗൂഗിളിൻ്റെ കൂടെ ഉള്ളതെന്നുള്ള സത്യം ഗൂഗിളിനെ തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി. എല്ലാം കേട്ടും മനസ്സിലാക്കിയും തകർന്നിരിക്കുന്ന ഗൂഗിളിനോട് സച്ചി പറഞ്ഞു, സാറേ, സാർ ഒറ്റയാൾ കാരണം, നിങ്ങൾ ഒറ്റയാൾ കാരണം ജീവിതം തകർന്നു പോയ, ജീവിതം ഇല്ലാതായ, ആ തകർന്നുപോയ ആ ജീവിതമാണ് ഇപ്പോൾ സാറിന് മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ സച്ചി തൻ്റെ അർച്ചനയെ തനിക്ക് വേണമെന്നും ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ അർച്ചനയെ തിരിച്ചു കൊണ്ടുപോവുകയാണെന്നും ഗൂഗിളിനോട് സച്ചി അറിയിച്ചു. ഇത് കേട്ടതും ഗൂഗിൾ പറഞ്ഞു, സച്ചി, തെറ്റാണ്, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു, സാറേ, അന്ന് എൻ്റെ അർച്ചനയ്ക്ക് ബോധമില്ല, ശരി, സമ്മതിച്ചു, അവൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. സാറിന് ഒരു ന്യൂസ് പേപ്പറിൽ തീർച്ചയായിട്ടും ഒരു പരസ്യം ചെയ്യാമായിരുന്നല്ലോ, ഞാൻ അത് കണ്ടിട്ടാണെങ്കിലും എൻ്റെ അർച്ചനെ അന്വേഷിച്ചെത്തുമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട ഗൂഗിൾ പറഞ്ഞു, സച്ചി, അന്നത്തെ അവസ്ഥയിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ എങ്ങനെയാണ് സമൂഹത്തിന് മുന്നിലേക്ക് തള്ളിവിടുക? അതുപോലൊരു പെൺകുട്ടിയെ ഈ നാട്ടിലേക്ക് വെറുതെ ഈ സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്താൽ പിന്നെ എന്താകും അവളുടെ അവസ്ഥയെന്ന് സച്ചി ഒന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് അവളുടെ ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെ അവളെ സംരക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. അത്ര മാത്രമാണ് സച്ചി ഞാൻ ചെയ്തത്. ഇന്നേ വരെ സച്ചി പറയുന്നത് പോലെ അവൾ സമൃദ്ധിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ ഭാര്യ എന്നുള്ളൊരു പദവി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നേ വരെ ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ സമൃദ്ധയെ ചീത്തയാക്കിയിട്ടില്ല. സമൃദ്ധയെ ഒരു ഭാര്യ എന്ന നിലയിൽ ആ വിരൽത്തുമ്പിൽ പോലും ഞാൻ സ്പർശിച്ചിട്ടില്ല എന്ന് ഗൂഗിൾ വേദനയോടെ സച്ചിയോട് പറയുമ്പോൾ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ആരതി ആകെ സങ്കടത്തോടെ ഇരുവരെയും നോക്കി. ഉടനെ സച്ചിയോടും ഗൂഗിൾ ആവർത്തിച്ച് പറഞ്ഞു, സച്ചിയുടെ കയ്യിൽ നിന്ന് അർച്ചന എത്ര പരിശുദ്ധിയോടെയും വിശുദ്ധിയോടെയുമാണ് അർച്ചനയെ നഷ്ടപ്പെട്ടതോ അതേ പരിശുദ്ധിയിൽ ഇപ്പോഴും അർച്ചന ജീവിക്കുന്നത് എന്ന് ഗൂഗിൾ അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ആകെ വേദനയോടെ സച്ചി നോക്കുമ്പോൾ, എങ്കിലും സാറ് തകർത്ത് കളഞ്ഞ എൻ്റെ ആ ജീവിതം അതിനെയും സാറിന് തിരിച്ചു തരാൻ കഴിയുമോ? ഇത്രയും വർഷം, ഈ 10 വർഷക്കാലം ഞാൻ എൻ്റെ അർച്ചനയെ അന്വേഷിച്ച് അലഞ്ഞില്ലേ? ആ 10 വർഷക്കാലത്തെ ജീവിതം സാറല്ലേ എനിക്ക് ഇല്ലാതാക്കിയത് എന്ന് ചോദിച്ച് സച്ചി ബഹളം വയ്ക്കുമ്പോഴേക്കും ഗൂഗിൾ സച്ചിയോട് പറഞ്ഞു, സച്ചി, മാപ്പ്, ചെയ്തതിനൊക്കെ മാപ്പ്, എനിക്ക് മാപ്പ് തരണം, അത്രമാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. സച്ചി പറഞ്ഞത് ശരിയാണ്, ഞാൻ ഒരു സ്വാർത്ഥനായി പോയി, അത് സത്യം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് നിന്ന് അർച്ചന ഇത് കേട്ടുനിന്ന് ആരതി ചോദിച്ചു, സാറേ, എങ്കിലും ഇത്രയും സീനിയർ ആയിട്ടുള്ള സാറിനെ ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്താണ് കണ്ടിരുന്നത്. ഓരോ കേസുകൾ ഏറ്റെടുക്കുമ്പോഴും ഓരോ കേസുകൾ വിജയിക്കുമ്പോഴും എൻ്റെ ഗുരുസ്ഥാനത്തുണ്ടായിരുന്ന സാറിനെയാണ് ഞാൻ പലപ്പോഴും മനസ്സിൽ സാറിനോടാണ് നന്ദി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള സാറിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വീഴ്ച അതൊരിക്കലും ഞാൻ കരുതിയതല്ല സാർ. ഒരിക്കലും ഞാനത് ഒട്ടും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇങ്ങനെ ഒരു ചതി സാറ് ചെയ്തത് അത് വലിയൊരു ക്രൂരതയായി പോയി സാർ. സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മറ്റൊരാളുടെ ഭാര്യയെ ഇത്രയും വർഷക്കാലം പിടിച്ചു വെച്ച് തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അവരെ സാറ് പിടിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഉൾക്കൊള്ളാനാവുന്ന കാര്യമല്ല സാർ. നിയമപരമായി ഇക്കാര്യവുമായി മുന്നോട്ട് പോയാൽ സച്ചിക്ക് മാത്രമാണ് നീതി ലഭിക്കുക. സാറിനറിയാവല്ലോ, ഇങ്ങനെ ഒരു ചതി ചെയ്തതിൻ്റെ ഭവിഷ്യത്ത് 7 വർഷം വരെ കഠിന തടവ് വിധിക്കപ്പെടുന്ന ഒരു കേസാണിതെന്നുള്ള കാര്യം ഞാൻ സാറിന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ആരതി ചോദിച്ചു. എല്ലാം കേട്ട് വേദനയോടെ ഗൂഗിൾ തല ഉലുക്കിക്കൊണ്ട് പറഞ്ഞു, ശരിയാണ്, ആരതി പറയുന്ന എല്ലാം സത്യം തന്നെയാണ്. പക്ഷെ സംഭവിച്ചു പോയി ആരതി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഗൂഗിളിനോട് ആരതി പറഞ്ഞു, ഇനി ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു സങ്കടപ്പെടലിൻ്റെ എന്ത് ആവശ്യകതയാണ് സാർ ഉള്ളത്? ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്ത് പ്രയോജനമാണ് സാർ ഉള്ളത്? ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും സാർ ഒരു വാക്കുപോലും സച്ചിയോട് പറഞ്ഞിരുന്നില്ലല്ലോ. സച്ചിയോട് ഒരു തവണയെങ്കിലും സാറിന് ഇക്കാര്യം അറിയിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ, പലതവണ സാറിനെ ഈ കാര്യം വെളിപ്പെടുത്താനായി കാണാനായിട്ട് എത്തിയതല്ലേ, എന്തായാലും സാറ് ചെയ്തത് വലിയൊരു തെറ്റായി പോയി എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, സാറേ, ഞാൻ ഉടനെ തന്നെ എൻ്റെ അച്ഛനെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. നിയമപരമായിട്ട് എല്ലാ തെളിവുകളും എൻ്റെ പക്കലുണ്ട്. മാരേജ് സർട്ടിഫിക്കറ്റ് മുതൽ ബാക്കിയുള്ളതെല്ലാം എൻ്റെ പക്കലുണ്ട്. അത് കോടതിക്ക് മുന്നിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ്. അത് കാണിച്ച് ഞാൻ എൻ്റെ അർച്ചനയെ കൊണ്ടുപോകും എന്ന് സച്ചി പറയുമ്പോൾ ഇത് കേട്ട് നിന്ന ഗൂഗിൾ പറഞ്ഞു, സച്ചി, അരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ സച്ചിയുടെ അർച്ചന എൻ്റെ കുടുംബത്തിൻ്റെ നട്ടെല്ലാണ്, നെടുംതൂണാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ എൻ്റെ കുടുംബത്തെ തകർത്ത് കളയാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പോൾ അർച്ചനയെ സച്ചി കൊണ്ടുപോയാൽ അർച്ചന സച്ചിയോടൊപ്പം വരുമെന്ന് സച്ചിക്ക് തോന്നുന്നുണ്ടോ? കാരണം ഇപ്പോഴത്തെ അർച്ചനയുടെ മനസ്സിൽ, അർച്ചനയുടെ കാഴ്ചപ്പാടിൽ അർച്ചനയുടെ ഭർത്താവ്
ഈ ഞാനാണ്. എല്ലാ വിശ്വാസത്തോടെയും അർച്ചനയുടെ ഭർത്താവ് എന്ന ചിന്ത അവളുടെ മനസ്സിലുള്ളത് ഞാനാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്താഗതി മാറ്റിയെടുക്കാനായിട്ട് അല്പസമയം അത് സച്ചി എനിക്ക് തരണം. കാരണം അർച്ചനയുടെ മനസ്സിൽ അർച്ചനയുടെ ഭർത്താവ് എന്ന സ്ഥാനത്തേക്ക് സച്ചിയുടെ ഒരു ഓർമ്മ പോലും എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ അർച്ചനയെ ബലമായി സച്ചി പിടിച്ചുകൊണ്ടു പോയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് സച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ സച്ചിയിൽ നിന്ന് അർച്ചന ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചേക്കും. അതല്ല എങ്കിൽ അർച്ചന ഈ ഒരു അവസ്ഥയിൽ സച്ചിയുടെ കുടുംബത്തേക്ക് എത്തിക്കഴിയുമ്പോൾ എല്ലാവരും ഇക്കാര്യം അറിഞ്ഞാൽ പിന്നീട് അവരെ അർച്ചന തിരിച്ചറിയാതെ വരുന്നതോടെ അവർക്ക് എല്ലാവർക്കും വിഷമാവും. അതുകൊണ്ട് തന്നെ സച്ചി, ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ അർച്ചനയെ കൊണ്ടുപോകരുത്. കുറച്ച് സമയം എല്ലാ സത്യങ്ങളും തിരിച്ചറിയാൻ, സച്ചിയെ ഓർത്തെടുക്കാൻ അല്പം ഒരു സമയം, അത് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അല്ല എങ്കിൽ ഒരുപക്ഷെ ബലമായി സച്ചി കൊണ്ടുപോയാൽ അർച്ചന ഒരുപക്ഷെ ഒരു മുഴുഭ്രാന്തിയായി മാറിയേക്കാം. അതല്ല എങ്കിൽ അവൾ ആത്മഹത്യ ചെയ്തേക്കും. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്നതിനാണോ സച്ചി ആഗ്രഹിക്കുന്നത്? സച്ചിയുടെ അർച്ചന എന്നേക്കുമായി ഇല്ലാതാകാനാണോ സച്ചി ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചതും അതെല്ലാം കേട്ടതോടെ എന്ത് പറയാനെന്നറിയാതെ സച്ചി ആകെ അങ്കലാപ്പിലങ്ങ് നിന്നു. ഉടനെ ഗൂഗിൾ പറഞ്ഞു, സച്ചി, ഞാൻ ഉറപ്പ് തരാം, അർച്ചനയെ, സച്ചിയുടെ അർച്ചനയെ ഞാൻ സച്ചിക്ക് തിരിച്ചു നൽകാം. കുറച്ച് സമയം എനിക്ക് തരണം. എല്ലാ സത്യങ്ങളും അർച്ചനയ്ക്കൊന്ന് ബോധ്യപ്പെടാൻ. ഇപ്പോഴും അർച്ചന ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിലാണെന്ന് സച്ചിക്ക് അറിയാമല്ലോ. ശിവയോഗിയുടെ ആശ്രമത്തിൽ പോയി ചികിത്സ നടത്തിയതും അതിനുവേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഓർമ്മകൾ തിരിച്ചു നേടിക്കഴിയുമ്പോൾ, സച്ചിയെ തിരിച്ചറിയുമ്പോൾ അർച്ചനയെ എല്ലാ പരിശുദ്ധിയോടും കൂടി ഞാൻ സച്ചിയെ ഏൽപ്പിക്കും. ഇത് ഞാൻ സച്ചിക്ക് തരുന്ന വാക്കാണ്. ഒരിക്കലും സച്ചിയുടെ അർച്ചനയെ ഞാൻ തട്ടിയെടുക്കില്ല. സച്ചി, നമുക്ക് രണ്ടുപേർക്കും ഒരേ ദുഃഖമുള്ളവരാണ്. തുല്യ ദുഃഖിതരായിട്ട് നിൽക്കുന്നവരാണ് നമ്മൾ. തുല്യ ദുഃഖം അനുഭവിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ സച്ചി, ഇനിയും ഈ ഒരു കാര്യം കൂടി സച്ചി എനിക്ക് വേണ്ടി ചെയ്യണം. ഇതെൻ്റെ ഒരു അപേക്ഷയാണ് എന്ന് പറഞ്ഞപ്പോൾ തൽക്കാലത്തേക്ക് ഗോകുൽ പറയുന്നതാണ് ശരിയെന്ന് സച്ചിക്കും തോന്നി. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ അർച്ചനയെ ബലമായി പിടിച്ചുകൊണ്ടുപോയാൽ ഒരുപക്ഷെ തനിക്ക് എന്നേക്കുമായ അർച്ചനയെ നഷ്ടമാകുമെന്നുള്ള ആ തിരിച്ചറിവ് സച്ചിക്ക് തോന്നിയതുകൊണ്ട് സച്ചി തൽക്കാലം ഗോകുലിന്റെ ആവശ്യത്തെ അംഗീകരിക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം അർച്ചന ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, തുണികളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ശോഭ എത്തിയിട്ട് പറഞ്ഞു, മോളെ, ഇത്രയും നേരമായിട്ടും ഗോകുൽ വന്നില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കിക്കേ, എനിക്കാണെ ആകെ പേടിയാവുന്നു എന്ന് പറഞ്ഞതും അർച്ചന ചോദിച്ചു, എന്തിനാ അമ്മ എന്തിങ്ങനെ പേടിക്കുന്നത്? ഗോകുൽ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, ഉടനെ തന്നെ ഇങ്ങ് എത്തും എന്ന് പറഞ്ഞപ്പോൾ ഗോകുൽ ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ടും അർച്ചനയെ നോക്കി ശോഭ പറഞ്ഞു, അതല്ല മോളെ, ഈയിടെയായിട്ട് എനിക്ക് അവൻ്റെ കാര്യത്തിൽ വല്ലാത്ത പേടിയാ. അതെന്തിനാ അമ്മേ എന്നിങ്ങനെ അർച്ചന അന്വേഷിച്ചപ്പോൾ ശോഭ പറഞ്ഞു, അത് പിന്നെ ആ ഒരു ഭ്രാന്തൻ നടപ്പുണ്ടല്ലോ സച്ചി, ആ ഡ്രൈവർ സച്ചി, അവനിനി എങ്ങാനും എൻ്റെ മോനെ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലമ്മേ, ഒരിക്കലും എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെ ഉപദ്രവിക്കത്തൊന്നുമില്ല. അക്കാര്യം ഞാൻ എങ്ങനെയാ അമ്മയെ ഒന്ന് വിശ്വസിപ്പിക്കുക? അങ്ങനെ തറപ്പിച്ച് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അമ്മയ്ക്ക് എൻ്റെ മേലെ എന്തെങ്കിലും സംശയം തോന്നിയേക്കും. അത് വലിയൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് തൽക്കാലം അമ്മയുടെ ഈ ടെൻഷൻ അല്ലാതെ ദൂരീകരിക്കണം. അങ്ങനെ തീരുമാനിച്ച് അർച്ചന ഉടനെ ആലോചിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ അത് കണ്ട ശോഭ ചോദിച്ചു, എന്താ മോളെന്താ ആലോചിക്കുന്നത്? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അല്ല, അന്നത്തെ ആ പ്രശ്നം അതോടെ അവസാനിച്ചതല്ലേ അമ്മേ, പിന്നെ ഇനി അയാൾ പ്രശ്നമായിട്ട് ചെല്ലില്ല. എന്തായാലും മോളൊന്ന് വിളിച്ചു നോക്കിയെന്ന് ശോഭ ആവശ്യപ്പെട്ടതുകൊണ്ട് അർച്ചന ഗൂഗിളിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഗൂഗിൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിലായിരുന്നതുകൊണ്ട് കോള് വരുമ്പോഴേക്കും ഗൂഗിൾ ഫോണിലേക്ക് നോക്കിയപ്പോൾ സമൃദ്ധി എന്ന പേര് കണ്ടു. അത് കണ്ടതും പൊട്ടിക്കരയുകയാണ് ഗൂഗിൾ. ഒന്നും പറയാൻ കഴിയാതെ ആകെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി നിറഞ്ഞ കണ്ണുകളുമായി ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഗൂഗിൾ. അർച്ചന നിരന്തരമായി വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ കോള് വരുന്നത് കണ്ടിട്ടും ഗൂഗിൾ അത് അറ്റൻഡ് ചെയ്യാനാകാതെ വീണ്ടും സങ്കടത്തോടെ നിന്നു. ഈ സമയത്ത് ശോഭ കോൾ എടുക്കാതെ കണ്ടതോടെ മോനെന്തെങ്കിലും ആപത്ത് സംഭവിച്ചെന്ന ആശങ്കയായിരുന്നു ശോഭയുടെ മനസ്സിൽ. ഉടനെ ശോഭ ചോദിച്ചു, മോളെ, നമുക്ക് രാജീവിനെ വിളിച്ചൊന്ന് വിവരം അറിയിച്ചാലോ എന്ന് ചോദിച്ചതും അത് ശരിയാവില്ല. രാജീവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് മറ്റു പോലീസിനെയും കൂട്ടിയും ഗൂഗിളിനെ കണ്ടെത്താനായിട്ട് ഇറങ്ങും. അത് പിന്നെ ഗൂഗിളിന് വല്ലാത്ത ദേഷ്യവും. അതുകൊണ്ട് അത് വേണ്ടമ്മേ എന്ന് അർച്ചന നിരുത്സാഹപ്പെടുത്തി. ഉടനെ ഇനി അമ്മ പറഞ്ഞതുപോലെ സച്ചേട്ടനെങ്ങാനും ഗൂഗിളിനെ കണ്ടിട്ടുണ്ടാകുമോ? അങ്ങനെ ഒരു ആശങ്ക അർച്ചനയുടെ മനസ്സിനെ അലട്ടി. വീണ്ടും അർച്ചന വിളിച്ചിട്ടും ഗൂഗിൾ കോൾ എടുക്കാതെ ഫോൺ അവിടെ ആ സ്റ്റെപ്പിന്റെ അരികിൽ തന്നെ വെച്ച് വേദനയോടെ ഗൂഗിൾ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും അർച്ചന പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഗൂഗിൾ അവിടെ സ്റ്റെയറിനടുത്ത് വന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടു. ഉടനെ അരികിലേക്ക് എത്തി അർച്ചന ചോദിച്ചു, ഗൂഗിൾ ഇവിടെ നിൽക്കുകയായിരുന്നോ?
എന്നിട്ടെന്താ വിളിക്കാതിരുന്നത്? അകത്തേക്ക് എന്താ കയറി വരാതിരുന്നത് എന്ന് ചോദിച്ചതും ഗൂഗിൾ പറഞ്ഞു, ഏയ് വല്ലാത്തൊരു തലവേദന, ഞാനത് എവിടെ നിന്നത്. ഉടനെ അർച്ചന ചോദിച്ചു, തലവേദനയോ? അതെന്താ ഇപ്പം അങ്ങനെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ടാബ്ലറ്റോ മറ്റോ വേണോ ഗൂഗിൾ എന്ന് ചോദിച്ചതും ഞാൻ പോയി ബാം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങുമ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു, ഏയ് ഇതങ്ങനെ ഒരു ബാം കൊണ്ടൊന്നും തീരുന്ന ഒരു പ്രശ്നമല്ല സമൃദ്ധ, അങ്ങനെയൊന്നും തീരുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ ആശനയ്ക്ക് വല്ലാത്ത ടെൻഷനായി. ദൈവമേ, ഞാൻ ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോവാന്ന് പറഞ്ഞ് പോയിട്ട് ഞാൻ വീട്ടിലേക്ക് പോയ കാര്യം ഗൂഗിൾ അറിഞ്ഞിട്ടുണ്ടാവുമോ? ഇനി ഒരു പക്ഷേ അവിടെ ക്ഷേത്രത്തിൽ കൊടുക്കാൻ പറഞ്ഞ തുക ഞാൻ കൊടുക്കാത്തത് ഗൂഗിൾ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊരു ടെൻഷനായിരുന്നു അർച്ചനയുടെ മനസ്സിൽ. ഉടനെ അർച്ചന ചോദിച്ചു, ഗൂഗിൾ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് എന്നിങ്ങനെ വല്ലാത്ത ടെൻഷനോട് അർച്ചന ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞു, ഏയ് താൻ മിസ്റ്റേക്ക് നടത്താനോ? ഒരിക്കലും ഇല്ലടോ. തൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കോ അതൊരിക്കലും സംഭവിക്കില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം താൻ താൻ വലിയൊരു ശരിയാടോ. താൻ പുണ്യവാ. തന്നെ എനിക്ക് കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞ് ഗൂഗിൾ വിഷമത്തോടെ അർച്ചനെ നോക്കി. ഗൂഗിളിൻ്റെ മനസ്സിലെന്തോ വല്ലാത്ത സങ്കടമുണ്ടല്ലോ. എന്താ ഗൂഗിൾ, എന്താ പ്രശ്നം? എന്നോട് പറഞ്ഞൂടെ എന്ന് അർച്ചന അന്വേഷിച്ചതും ഗൂഗിൾ പറഞ്ഞു, ചില സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നിലനിൽക്കും. നമ്മുടെ സ്വന്തമെന്ന് കരുതുന്ന പലതും നമ്മുടെ സ്വന്തമല്ല എന്നറിയുന്ന ആ നിമിഷത്തിൽ ഉണ്ടാകുന്ന വേദനയുണ്ടല്ലോ, അത് ആർക്കും ആ വേദന ഇല്ലാതാക്കാനാവില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഗൂഗിൾ അകത്തേക്ക് കയറിപ്പോയി. അവസാനിക്ക് അപ്പോഴേക്കും വല്ലാത്ത ടെൻഷനായി. ഈശ്വര, സച്ചേട്ടനെ ഗൂഗിൾ കണ്ടിട്ടുണ്ടാവുമോ? അതാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോർത്ത് അർച്ചന പിന്നാലെ ചെല്ലുമ്പോൾ ഗൂഗിൾ ആകെ വേദനയോടെ ആലോചിച്ചു. എൻ്റെ എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വന്ന പെൺകുട്ടി. സത്യത്തിൽ ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയിരുന്നു. അതിനേക്കാളേറെ സ്വപ്നങ്ങളുമായിട്ടാണല്ലോ ആ പാവ മനുഷ്യൻ ജീവിക്കുന്നത് ഇത്രയും വർഷക്കാലം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയല്ല. എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും അതൊക്കെ സ്വാർത്ഥത മാത്രമാണ് എന്ന് ഗൂഗിൾ തീരുമാനിച്ചു. എന്തായാലും അർച്ചനയുടെ മനസ്സിനെ അത് ഒന്നും സ്പർശിക്കുന്നില്ലല്ലോ ഗൂഗിൾ. ഞാനാണ് ഈ ഗോകുലാണ് അർച്ചനയുടെ ഭർത്താവെന്നാണല്ലോ അർച്ചനയുടെ മനസ്സിലെ ചിന്ത. സച്ചിയുടെ ഓർമ്മകൾ അർച്ചനയിലേക്ക് വരാത്തിടത്തോളം കാലം എനിക്കങ്ങനെ നിലനിർത്താനാവും. എന്നാൽ സച്ചിയുടെ ഓർമ്മകൾ തിരിച്ചെത്തുന്ന ആ നിമിഷത്തിൽ ഒരുപക്ഷെ എന്നേക്കുമായി അർച്ചന എന്നെ ഉപേക്ഷിച്ചു പോയേക്കും. ഞാനൊരു സ്വാർത്ഥനാകാൻ പാടില്ല. ആ പെൺകുട്ടിയുടെയും അവളുടെ ഭർത്താവിൻ്റെയും ജീവിതമാണ് ഒരുപോലെ തകർന്നു പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് ഗൂഗിൾ സ്വയം മനസ്സിനോട് പറയുമ്പോഴും ഗൂഗിൾ വീണ്ടും ആലോചിച്ചു, എൻ്റെ ഈശ്വര, അങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോഴും എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് അർച്ചനയെ മറക്കാൻ തീരുമാനിക്കാത്തത്, അർച്ചനയെ മറക്കാൻ എൻ്റെ മനസ്സിന് കഴിയാത്തത് എന്നെല്ലാം ആലോചിച്ച് വേദനയോടെ ഗൂഗിൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ അർച്ചന അരികിലേക്ക് ചെന്നു. അർച്ചന അടുത്തേക്ക് ചെന്ന് ഗൂഗിളിന് അടുത്തിരുന്നിട്ട് കയ്യിലിരുന്ന ബാമുമായിട്ട് ഗൂഗിളിനെ നോക്കിയിട്ട് ചോദിച്ചു, ഗൂഗിൾ, എന്താ ഗൂഗിൾ, എന്തു പറ്റി എന്ന് ചോദിച്ചതും ഗൂഗിൾ പറഞ്ഞു, ഈ വല്ലാത്തൊരു ടെൻഷൻ മനസ്സിന്, അതാണ് എന്ന് പറഞ്ഞപ്പോൾ ഗൂഗിളിൻ്റെ തലവേദന കുറവുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് ഗൂഗിൾ മറുപടി നൽകിയതും അർച്ചന ഗൂഗിളിൻ്റെ നെറ്റിയിൽ ആ ബാം പുരട്ടി കൊടുത്തു. അപ്പോഴേക്കും ഗൂഗിൾ വേഗം അർച്ചനയെ നോക്കിയിട്ട് ആ കയ്യിൽ വിറയാർന്ന കൈകളോടെ പെട്ടെന്ന് അർച്ചനയുടെ കയ്യിൽ കടന്നു പിടിച്ചു. ഞെട്ടലോടെ അർച്ചന ഗൂഗിളിനെ നോക്കുമ്പോൾ ഗൂഗിൾ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചാൽ സമൃദ്ധ സത്യം പറയുമോ? അത് കേട്ടതും ആകെ ടെൻഷനോടെ അർച്ചന നോക്കുകയാണ്. സമൃദ്ധ, തനിക്ക് നഷ്ടപ്പെട്ട ആ പഴയ ഓർമ്മകൾ, അതിനെ വീണ്ടും തനിക്ക് വേണോ? നമുക്കൊന്നിച്ച് നമ്മുടെ ഈ ജീവിതം അങ്ങ് ജീവിച്ച് മുന്നോട്ട് പോയാൽ പോരെ എന്ന് ഗൂഗിൾ സ്വാർത്ഥതയോടെ ആശയോട് അന്വേഷിച്ചു. അർച്ചന വല്ലാത്ത ഞെട്ടലോടെ ഗൂഗിളിനെ നോക്കി. ഗൂഗിൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചതും ഉടനെ അർച്ചന കൈ പിൻവലിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഗൂഗിൾ ആ കയ്യിൽ വീണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് ഗൂഗിൾ ചോദിച്ചു, സമൃദ്ധയുടെ ആ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയാൽ ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ നെടുന്തൂണാണ് താൻ, എൻ്റെ ജീവിതത്തിൻ്റെ നട്ടല്. അങ്ങനെയുള്ള താൻ ആ പഴയ ഓർമ്മകൾ തന്നിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ താൻ ഞങ്ങൾക്കെല്ലാവർക്കും എന്നേക്കുമായി ഞങ്ങളെ വിട്ടുപോയാലോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന ചോദിച്ചു, ഗൂഗിൾ, എന്തൊക്കെയാ ഗൂഗിൾ പറയുന്നത്? ഉടനെ ഗൂഗിൾ പറഞ്ഞു, സോറി, ഞാൻ ഒരു കാര്യം പറയാം. തനിക്ക് ടെൻഷനായെങ്കിൽ അതെല്ലാം അങ്ങ് വിട്ടേക്ക്. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ആ മാനസികാവസ്ഥയിലും ടെൻഷനിലും അങ്ങനെ ചോദിച്ചതാ. സോറി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരാൾക്ക് ഒരു രാത്രിയിൽ വഴിയിൽ നിന്ന് ചിറകൊടിഞ്ഞ ഒരു പക്ഷിയെ കിട്ടുന്നു. അത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ പരിചരിച്ച്, അതിനെ ചികിത്സിച്ച്, അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് ആ മനുഷ്യന് ആ
കിളി ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. ആ മനുഷ്യൻ്റെ ജീവവായുവായി മാറുന്നു. ഇതെല്ലാം കേട്ടതും അർച്ചന ചോദിച്ചു, എന്തിനാ ഗൂഗിൾ ഇപ്പം ഇങ്ങനെയൊരു കഥ എന്ന് ചോദിച്ചതും ഗൂഗിൾ പറഞ്ഞു, ആ ഒരവസ്ഥയിലാണ് സമൃദ്ധ ഞാനിപ്പോൾ. എൻ്റെ എൻ്റെ ജീവിതവും ഞാനും ഇപ്പോൾ ആ ഒരവസ്ഥയിലാണ് എന്ന് പറഞ്ഞ് നിരാശനായി ഗൂഗിൾ അകത്തേക്ക് പോകുമ്പോൾ അർച്ചന ആകെ ടെൻഷനോടെ ഗൂഗിളിനെ നോക്കി. ഉടനെ ഗൂഗിൾ പറഞ്ഞു, ഏയ് വിട്ടേക്ക് കേട്ടോ, ഞാൻ ഈ പറഞ്ഞതൊക്കെ താനങ്ങ് മറന്നു കളഞ്ഞേക്ക്. എൻ്റെ ടെൻഷനിൽ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ ഇതെല്ലാം. താനതോർത്ത് ടെൻഷനാവൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഗൂഗിൾ അർച്ചനയോട് സോറി പറഞ്ഞിട്ട് സച്ചിക്ക് ഗൂഗിൾ കൊടുത്ത വാക്കും അർച്ചനയുടെ കഴുത്തിൽ സച്ചി താല് കെട്ടുന്ന ആ നിമിഷവും സച്ചിയോടൊപ്പം സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് വലതുകാൽ വെച്ച് കയറി പോകുന്ന അർച്ചനയുമൊക്കെ ആ ഓരോ ദൃശ്യങ്ങളും ഗൂഗിളിന്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ താൻ ചിന്തിക്കുന്നത് സ്വാർത്ഥതയാണെന്നും താൻ സച്ചിക്ക് കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുന്നത് വലിയ തെറ്റാണെന്നും അത് അനീതിയാണെന്നും ഗൂഗിളിന്റെ ആ നീതിബോധം ഗൂഗിളിന്റെ മനസ്സിനെ വീണ്ടും കീഴ്പ്പെടുത്തി. ഉടനെ അർച്ചനയോട് സോറി പറഞ്ഞ് ഗൂഗിൾ അവിടെ നിന്ന് പോകുന്നു.